ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു ചൂര അച്ചാറിൻ്റെതാണേ. അപ്പോൾ 2 ചൂര ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് 2 തട്ടായിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി വെളുത്തുള്ളി നമുക്ക് ഇന്നലെ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം, ഒന്ന് ആവിയേറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി കടുക്, ഉലുവ, കറിവേപ്പില, പിന്നെ പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും കടുകും ഉലുവയും കൂടെ ഇട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കടുക് നമുക്കിട്ട് ഇതിലിട്ട് നമുക്ക് കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആദ്യം നമുക്ക് പൊടിച്ച് വെച്ചേക്കണ മുളകുണ്ടല്ലോ, മുളകും കടുകും ഉലുവയും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇഞ്ചി പച്ചമുളകും ഇട്ട് ഇതാക്കിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ടൊന്ന് അതിന് കുറച്ച് ഒരു ഇത്തിരി ഒന്നൊന്നും വാടി വരാനുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണയും കൂടെ നമുക്ക് വീട്ടിൽ കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലുള്ള പൊടികൾ നമുക്കിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇനി വിനാഗിരിയും കൂടെ വീട്ടിൽ കൊടുക്കാം. വിനാഗിരി വീട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് മുളക് പൊടി ഒന്നിൻ്റെ സ്മെല്ല് പോയതിന് ശേഷം നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ വറുത്ത് വെച്ചേക്കുന്ന കഷ്ണങ്ങളിട്ട് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോ കാണുമ്പോൾ അസ്സലാമു അലൈക്കും.